പിന്നെ അനീഷ് ഫാൻസുകാർ അറിയേണ്ടത് അനീഷിനെ ഇപ്പൊ എന്തുകൊണ്ട് ബി സപ്പോർട്ട് ചെയ്യുന്നു, നല്ല കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ലേ. അത്ര എക്സ്ട്രാ ഓർഡിനറി സ്ട്രോങ് ആയിട്ടുള്ള അഖിൽമാരാർ, സാബുമോൻ അല്ലെങ്കിൽ അതുപോലുള്ള റോബിൻ പോലുള്ളവരെ അവർ മാക്സിമം അവരെ എതിർക്കാനേ നോക്കത്തുള്ളൂ. എന്താ കാര്യം, ജനങ്ങൾ മാക്സിമം അവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. മാക്സിമം ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെത്രമാത്രം എതിർപ്പ് അവർക്ക് കിട്ടുന്നുണ്ടോ അത്രയും ജനങ്ങൾ അതിനകത്ത് ഇമോഷണലി കണക്റ്റായി പോകുന്നു. അത് ബിഗ് ബോസിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അനീഷ് ഇവിടെ സ്ട്രോങ് ആയിട്ടില്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിട്ടില്ല. ഒരു നല്ലൊരു പെർഫോമറാണ്. ഇപ്പൊ ബിയിൽ ഉള്ളവരിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, കൊള്ളാവുന്ന ഒരാളാണ്. പക്ഷെ അതിനപ്പുറം ഒരു രാജാവൽ പരിവേഷത്തിലോട്ട് വരാത്തതുകൊണ്ടാണ് അനീഷിനെ ഇപ്പോഴും ബേബി ചെറിയ രീതിയിലെങ്കിലും ഒരു ഫേവറിസം കാണിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അനീഷ് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ലെവലിലോട്ട് വളർന്നു കഴിഞ്ഞാൽ അനീഷിനെ തെറി വിളിക്കാനായിരിക്കും മോഹൻലാൽ പിന്നെ വരുന്നത്. അതാദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ ബിബിയുടെ കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. എൻ്റെ വീഡിയോയ്ക്കൊന്നും ഒരുപാട് റീച്ച് ഒന്നും കിട്ടത്തില്ല. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കോണ്ടന്റുകൾ പറയുന്നവരാണ് വേണ്ടത്. ഒരു സീരിയൽ ടൈപ്പ് ആൾക്കാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലുള്ള വീഡിയോകൾ എനിക്ക് 100 കണക്കിന് വീഡിയോകൾ വേണമെങ്കിൽ എനിക്ക് ഇറക്കാം. പക്ഷെ അങ്ങനെ ഇറക്കിയാൽ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടും.